പ്രേക്ഷകർക്ക് നമസ്കാരം. ഇറാനിലെ സംഘർഷങ്ങൾ കാരണം നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ പൗരന്മാരെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തിരിച്ചെത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വലിയ ബുദ്ധിമുട്ടിൽ ഇന്ത്യൻ പൗരന്മാര് ഇറാനിൽ കുടുങ്ങിയതോട് കൂടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായിട്ട് അവർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയിട്ടുള്ള കുറച്ച് ആളുകൾ പറയുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് നമ്മുടെ ഈ രാജ്യത്തേക്ക് വിമാനത്താവളത്തിൽ എത്തിയ സമയത്ത് എന്താണ് അവർ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. मोदी जी की वो है कृपा, उन्होंने हमारे पीछे ही ये काम कर दिया। अच्छा, हमें कोई दिक्कत करने के सामने वो नहीं करना पड़ा। अच्छा, आपकी बात हो गई तब आप लोग थोड़ा संतुष्ट थे? जी बिल्कुल संतुष्ट थे, हमें पता था हम मोदी सरकार है, वो पीछे पीछे काम कर देती है. നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മോദിയുടെ കൃപ കൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു പ്രശ്നവും നേരിടേണ്ടി വന്നില്ല. ഞങ്ങൾ പൂർണ്ണമായും സംതൃപ്തരാണ്. മോദി സർക്കാരാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവർ ഞങ്ങളുടെ പിന്നിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അവിടെ വിഷയങ്ങൾ സംഘർഷങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ ഇറാനിലെ ഇന്ത്യൻ എംബസി നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി, അവിടെയുള്ള നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി വളരെ വലിയ രീതിയിൽ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു. ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയ പൗരൻ വിളിച്ചു പറയുന്നത്. അതോ മോദിയാൽ. അടുത്തത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. हाँ जी मोदी जी को, मोदी जी हैं तो हर चीज़ मुमकिन है. हाँ जी सर, बहुत हेल्प हो रहा है. നിങ്ങൾ കേട്ടില്ലേ, മോദിയുടെ പിന്തുണ ഉണ്ടായിരുന്നോ? വ്യക്തമായിട്ട് പറയുന്നു, മോദിജി ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. ഗവൺമെന്റിന്റെ ധാരാളം സഹായമുണ്ട്. ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇറാനിൽ കുടുങ്ങിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഇടപെടലോട് കൂടിയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയവരാ പറയുന്നത് മോദി ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് എന്ന്. അടുത്തത് ഇതും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. So we was very confident about the Modi government और कंटिन्यूसली सपोर्ट रही उनकी, और वो इंडियंस को बाकी जो है उनको भी ज़रूर इंशाल्लाह वापस आएंगे, और थैंक्स टू गवर्नमेंट ऑफ इंडिया. നിങ്ങൾ കേട്ടില്ലേ, അതുമായി അതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മോദി സർക്കാരിൽ ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇത് സാധ്യമാക്കിയതിന് ഇന്ത്യ സർക്കാരിന് നന്ദി. ഇന്ന് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്നൊക്കെ പറയുന്നവർ കാണണം. മതം നോക്കിയിട്ടല്ല, ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഏത് ലോകത്തിന്റെ ഏത് കോണിൽ കുടുങ്ങിയാലോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരങ്ങൾ അവിടേക്ക് എത്തിയിട്ട് അവരെ രക്ഷിച്ചിരിക്കും എന്നുള്ളതിന്റെ കൃത്യമായ ലേറ്റസ്റ്റ് തെളിവല്ലേ നിങ്ങൾ കാണുന്നത്. ഇവിടെ മതം നോക്കിയിട്ടാണോ? ഇവിടെ ഈ രാജ്യത്തെ പൗരനാണോ അവരെ സംരക്ഷിച്ചിരിക്കോ? അതിന് ഏത് ഇറാനിലാണെങ്കിലോ, ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ആ സമയത്തും നമ്മുടെ രാജ്യം കൃത്യമായ ഇടപെടൽ നടത്തി മതം നോക്കാതെ നമ്മുടെ പൗരന്മാരെ തിരിച്ചെത്തിച്ചിരിക്കുന്നു. ഇവരൊക്കെ തന്നെ മോദിയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന് പറയുന്നവരൊക്കെ എന്തു പറയുന്നു? ലോകത്തിന്റെ ഏതൊരു കോണിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ, നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും ചില സുഡാപ്പികൾ, എല്ലാവരും അല്ല, സുഡാപ്പികൾ, ജിഹാദികൾ, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ നിരന്തരം തോന്നിയത് വിളിച്ചു പറയാറുണ്ട്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ലോകത്തെവിടെ ഈ രാജ്യത്തെ പൗരന്മാർ കുടുങ്ങിയാലും പെട്ട് കഴിഞ്ഞാലും രക്ഷിക്കാനെത്തുക നിങ്ങൾ തെറി പറയുന്ന, നിങ്ങൾ എതിർത്തിട്ടുള്ള ഈ രാജ്യമാണ് എന്നുള്ളൊരു ബോധം ഈ ജിഹാദികൾക്കൊക്കെ ഉണ്ടായാൽ അവർക്ക് തന്നെ നല്ലത്. ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നമ്മുടെ കേന്ദ്ര സർക്കാർ രക്ഷിക്കുമെന്ന് പറയുന്നത് വെറുതെ എന്നല്ല. ഈ കഴിഞ്ഞ കാലങ്ങളിലെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. 2022 റഷ്യ യുക്രൈൻ വാർ നടക്കുക. ആ സമയത്ത് ഓപ്പറേഷൻ ഗംഗ എന്ന് പേരിട്ടുകൊണ്ട് യുക്രൈൻ റഷ്യ വാർ നിർത്തിപ്പിച്ചുകൊണ്ട്, അതായത് യുദ്ധം നിർത്തിച്ചു, വ്യോമപാത തുറന്നു നമുക്ക് വേണ്ടി, നമ്മുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോ അത് നിർത്തിവെപ്പിച്ച് നമ്മുടെ പൗരന്മാരെ യുക്രൈനിൽ നിന്ന് മാത്രമല്ല അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ പൗരന്മാരെ നമ്മൾ തിരിച്ചെത്തിച്ചോ. ഓപ്പറേഷൻ ഗംഗ
2022 ഇത് മാത്രാണോ? ഓപ്പറേഷൻ കാവേരി സുഡാനില് വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ നാവികസേന നമ്മുടെ പടക്കപ്പലെ ഇറക്കി INS സുമേധ ഇറക്കിക്കൊണ്ട് നമ്മള് കടൽ മാർഗം നമ്മുടെ പൗരന്മാരെ മാത്രമല്ല വിദേശ പൗരന്മാരെ ഉൾപ്പെടെ നമ്മൾ രക്ഷിച്ചെടുത്തു. ഓപ്പറേഷൻ കാവേരി എന്ന് പേരിട്ടുകൊണ്ട് 2023 ഇത് മാത്രാണോ? 2023 ഇസ്രായേൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തിയ സമയത്ത് നമ്മുടെ പൗരന്മാരെ മലയാളികളെ ഉൾപ്പെടെ ഓപ്പറേഷൻ അജയ് എന്ന് പേരിട്ട് നമ്മുടെ പൗരന്മാരെ നമ്മുടെ കേന്ദ്ര സർക്കാർ തിരിച്ചെത്തിച്ചോ? അത് മാത്രാണോ? ഓപ്പറേഷൻ സിന്ധു ഇസ്രായേൽ ഇറാൻ 2025 ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ പൗരന്മാരെ നമ്മുടെ കേന്ദ്ര സർക്കാർ എങ്ങനെയാ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്? യുദ്ധം അങ്ങ് നിർത്തിച്ചു. ഇറാൻ ഇസ്രായേൽ യുദ്ധം നിർത്തി വെച്ചിട്ട് നമുക്ക് വേണ്ടി വ്യോമപാത തുറന്നിട്ടാണ് നമ്മൾ നമ്മുടെ സകല പൗരന്മാരെയും നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പ്രശ്നങ്ങൾ തുടങ്ങി അവിടെ നമ്മുടെ പൗരന്മാരെ നമ്മൾ കൊണ്ടുവരിക. അല്ലാതെ ഇറാനിലേക്ക് നിങ്ങൾ എന്തിനു പോയി, നിങ്ങൾക്ക് വേറെ രാജ്യമല്ലോ എന്നൊന്നും ഒരു ചോദ്യമേ ഇല്ല. മറിച്ച് നമ്മുടെ പൗരന്മാർ എവിടെ കുടുങ്ങിക്കിടന്നാലോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ കൈകൾ അവിടേക്ക് എത്തൂ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നമ്മുടെ രാജ്യം, നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ, നമ്മുടെ ഭരണാധികാരികൾ അവർക്ക് വേണ്ടി അവിടെ എത്തൂ. അപ്പൊ സകല ഗൾഫിലൊക്കെ ഇരുന്ന് ജിഹാദിസൊക്കെ ആയിട്ട് പോകുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, നമ്മളെയൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ റിലേറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് സ്നേഹത്തിൽ നമ്മുടെ രാജ്യത്തെ അത്രയും നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ പറയുന്നത് ജിഹാദിസുമായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നരേന്ദ്രമോദിക്കെതിരെയൊക്കെ കമന്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് ജിഹാദികളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയാൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു നേതാവും വരൂല. ഒരേ ഒരു നേതാവേ നിങ്ങൾക്ക് വേണ്ടി വരൂ. അത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ള ആ ഒരു ബോധം ഈ രാജ്യത്ത് നിന്നൊക്കെ പുറത്തു പോകുന്ന സകല ആളുകളുടെയും ഉള്ളിലുണ്ടാവുക. അത് ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് അതൊരു ഉത്തരവാദിത്തമാണ്. ഈ രാജ്യത്തോടൊരു സ്നേഹം കാണിക്കുക എന്നൊക്കെ പറയുന്നത് സകല ആളുകളും തിരിച്ചറിയാ. ഈ ഇറാനിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതൊക്കെ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ, ഭൂരിപക്ഷവും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്. ആ സമയത്തോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജിഹാദികൾ നിരന്തരം വിളിച്ചു പറയോ മോദി മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്നൊക്കെ. അവരൊക്കെ ഇനി എന്ത് പറയുന്നു? ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകലയാണ്, അത് മതഭേദമന്യേ ഈ രാജ്യം ചേർത്ത് പിടിക്കും. അതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം, അതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, അതാണ് ഈ രാജ്യത്തിന്റെ സംസ്കാരം. രാജ്യത്തിനെതിരെ ആര് നിൽക്കുന്നോ, പ്രധാനമന്ത്രിക്കെതിരെ ആര് നിൽക്കുന്നോ, അവരെയൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളെയല്ല, ഈ രാജ്യം കുട്ടിച്ചോറാക്കണമെന്ന് ആര് നിൽക്കുന്നോ, ആര് മുന്നോട്ട് പോകുന്നോ, അത്തരം ആളുകളെ തീഹാറിലേക്ക് തന്നെ തള്ളൊരു തർക്കം വേണ്ട. ജിഹാദികളൊക്കെ നമ്മുടെ നാടിനാപത്ത, രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല മുസ്ലിങ്ങളും ഇതൊക്കെ തന്നെ തിരിച്ചറിയാം. സകല ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ഓരോ ഭാരതീയരും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിയാ. ലോകത്ത് എവിടെ പോയിട്ട് നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കൈകൾ അവിടേക്ക് എത്തുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട.